ഹായ് ഓൾ, വെൽക്കം ടു ക്രിക്കരീന. ഹാർദിക് പാണ്ഡ്യ മുംബൈ ഇന്ത്യൻസ് വിടാനുള്ള ശ്രമങ്ങൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ഫ്രാഞ്ചൈസികൾ അദ്ദേഹത്തിന് വേണ്ടി ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ അക്കാര്യത്തിലൊരു ഫൈനൽ ഡിസിഷൻ ഒന്നും എടുത്തിട്ടില്ല. ആരുടെയും ശ്രമങ്ങൾ ഫലം കണ്ടിട്ടില്ല എന്നാണ് ഏറ്റവും ഒടുവിൽ ക്രിക്ക് ബസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു അപ്ഡേറ്റ് എക്സ്പ്രസ് സ്പോർട്സിൻ്റെ ദേവേന്ദ്ര പാണ്ഡ്യ നൽകിയിട്ടുണ്ട്. അതായത് ഹാർദിക് പാണ്ഡ്യക്ക് തൻ്റെ പഴയ ടീമായ ഗുജറാത്ത് ടൈറ്റൻസിലേക്ക് തിരിച്ചു വരാൻ താല്പര്യമുണ്ടായിരുന്നു. അദ്ദേഹം ഗുജറാത്ത് ടൈറ്റൻസിനെ ഈ താല്പര്യം അറിയിക്കുകയും ചെയ്തു. അതായത് ഫ്രാഞ്ചൈസിലേക്ക് മടങ്ങി വരാൻ താൻ ഒരുക്കമാണ് എന്നുള്ളത് ഹാർദിക് പാണ്ഡ്യ അറിയിച്ചിരുന്നു. ഗുജറാത്തിനും അക്കാര്യത്തിൽ എതിർപ്പുകൾ ഒന്നും ഇല്ലായിരുന്നു. പക്ഷേ ക്യാപ്റ്റൻ സ്ഥാനം വേണമെന്ന് ഹാർദിക് പാണ്ഡ്യ ആവശ്യപ്പെട്ടു. ഇതോടുകൂടി ഗുജറാത്ത് ടൈറ്റൻസ് ആ ഒരു ആവശ്യം നിരസിച്ചു എന്നുള്ളതാണ്. ഗുജറാത്തിലെ ഒരു സോഴ്സ് തന്നെയാണ് എക്സ്പ്രസ് സ്പോർട്സിനോട് ഇക്കാര്യം പറഞ്ഞിട്ടുള്ളത്. ആ സോഴ്സിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: അദ്ദേഹത്തെ തിരിച്ചു കൊണ്ടുവരാൻ ഞങ്ങൾ ഒരുക്കമായിരുന്നു. ഇതേക്കുറിച്ച് ടീമിനകത്ത് ഞങ്ങൾ ചർച്ചകൾ നടത്തുകയും ചെയ്തു. ഗില്ലും അദ്ദേഹത്തെ തിരികെ കൊണ്ടുവരാൻ സമ്മതിച്ചിരുന്നു. പക്ഷേ ക്യാപ്റ്റൻസി വേണമെന്ന് പാണ്ഡ്യ ഞങ്ങളോട് ആവശ്യപ്പെട്ടു. ഇതോടുകൂടി ഞങ്ങൾ എല്ലാവരും അദ്ദേഹത്തോട് നോ പറഞ്ഞു. ഇതാണ് ഗുജറാത്ത് ടൈറ്റൻസിലെ ഒരു സോഴ്സ് എക്സ്പ്രസ് സ്പോർട്സിനോട് ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. അതായത് പാണ്ഡ്യയെ തിരിച്ചു കൊണ്ടുവരുന്നതിനോട് ഗുജറാത്ത് ടൈറ്റൻസിന് എതിർപ്പൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ഗില്ലിൻ്റെ ക്യാപ്റ്റൻ സ്ഥാനം വിട്ടു നൽകാൻ ഗുജറാത്ത് ടൈറ്റൻസ് ഒരുക്കമല്ല. അതോടുകൂടി അത് നടന്നില്ല എന്നുള്ളതാണ് വസ്തുത. നമുക്കറിയാം, 2022-ലും 2023-ലും ഗുജറാത്തിൻ്റെ ക്യാപ്റ്റൻ ആയിക്കൊണ്ട് പ്രവർത്തിച്ചത് ഹാർദിക് പാണ്ഡ്യയാണ്. 15 കോടി രൂപയായിരുന്നു അദ്ദേഹത്തിന് വേണ്ടി GT ചിലവഴിച്ചത്. നല്ല ഒരു കണക്ക് അവിടെ ഉണ്ടാക്കിയെടുക്കാൻ ഹാർദിക്കിന് കഴിഞ്ഞിട്ടുണ്ട്. ആദ്യത്തെ സീസണിൽ തന്നെ ഗുജറാത്ത് ടൈറ്റൻസിന് ട്രോഫി നേടിക്കൊടുക്കാൻ ഹാർദിക് പാണ്ഡ്യയ്ക്ക് കഴിഞ്ഞിരുന്നു. അതിനുശേഷം ഫൈനൽ വരെ അവർ എത്തുകയും ചെയ്തു എന്നുള്ളതാണ്. ഹാർദിക് പാണ്ഡ്യയുടെ കീഴിൽ ഗുജറാത്ത് 31 മത്സരങ്ങൾ കളിച്ചു. 22 മത്സരങ്ങളിലും വിജയിക്കാൻ അവർക്ക് കഴിഞ്ഞു. 9 മത്സരങ്ങളിൽ മാത്രമായിരുന്നു അവർ പരാജയപ്പെട്ടത്. പാണ്ഡ്യയും അവിടെ മികച്ച പ്രകടനം നടത്തി. 31 മത്സരങ്ങളിൽ നിന്ന് 833 റൺസ് അദ്ദേഹം നേടി. 12 വിക്കറ്റ് അദ്ദേഹം വീഴ്ത്തിയിരുന്നു. ഏതായാലും തൻ്റെ പഴയ ടീമിലേക്ക് തിരിച്ചു വരാൻ അദ്ദേഹത്തിന് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ ക്യാപ്റ്റൻസി ആവശ്യപ്പെട്ടതോടുകൂടി എല്ലാം തകിടം മറിയുകയായിരുന്നു. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോ കാണാം.